ഇത് കണ്ട പിന്നെ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. കടലിനെ മുഴുവൻ കാവലിരിക്കുന്ന കണ്ണൂർ ലൈറ്റ് ഹൗസ്. 500 വർഷം പഴക്കമുള്ള കടൽക്കോട്ടയായ സെൻറ് ഏഞ്ചലോസ് ഫോർട്ട്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തിൻ്റെ കഥ പറയുന്ന അറക്കൽ മ്യൂസിയം. കായലും പച്ചപ്പും ചേർന്ന് ഒരു വേറിട്ട് ഫീൽ തരുന്ന കവായി ഐലൻഡ്. പിന്നെ നമ്മൾ താമസിച്ച ഒരു അടിപൊളി സീ വ്യൂ റിസോർട്ടും. അങ്ങനെ കണ്ണൂരിലെ കുറച്ച് കാഴ്ചകൾ കാണാനാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ എല്ലാവർക്കും എക്സ്പ്ലോർ ഹൊറൈസൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ യാത്ര കാറിലാണ് പോകാറുള്ളത്. പക്ഷേ ഇത്തവണ ഒന്ന് ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തെ യാത്ര വന്ദേ ഭാരത് ട്രെയിനിലാണ്. ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. സ്റ്റേഷനോട് ചേർന്നുള്ള മരങ്ങളിൽ ഡസൻ കണക്കിന് കൊക്കുകളും നീർക്കാക്കകളും കൂട്ടമായിരിക്കുന്നു. ചുറ്റും ആളുകളുടെ തിരക്കും ട്രെയിനുകളുടെ ശബ്ദവും ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും അവയെ ബാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ നഗരത്തിൻ്റെ നടുവിലുള്ള ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയധികം പക്ഷികളെ ഒരുമിച്ച് കാണുമെന്ന് തീരെ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ കുറച്ചു നേരം ഈ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴേക്കും നമ്മുടെ വണ്ടി തൃശ്ശൂരിലെത്തി. ട്രെയിനിൽ കയറി ഒന്ന് സെറ്റായി ഇരുന്നപ്പോഴേക്കും വണ്ടി എടുത്തു. തൃശ്ശൂർ പിന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നഗരക്കാഴ്ചകളൊക്കെ മാറി പച്ചപ്പായി. ജനലിൽ നിന്ന് പുറത്തു നോക്കിയാൽ തെങ്ങിൻ തോപ്പുകളും ചെറിയ വീടുകളും നെൽപ്പാടങ്ങളും മാത്രം. ദിവസവും കാണുന്ന കാഴ്ചകളാണെങ്കിലും ട്രെയിനിൽ നിന്ന് ഇരുന്ന് കാണുമ്പോൾ അതിന് വേറൊരു ഫീലാണ്. ഷൊർണൂർ ഭാഗത്തെത്തുമ്പോൾ പച്ചപ്പും പുഴകളും കൂടിയുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ സംഭവം വേറെ ലെവൽ. വടകരയും തലശ്ശേരിയും ഒക്കെ കടന്നു പോകുമ്പോൾ ജനലിൽ നിന്ന് പുറത്തുള്ള കാഴ്ചകൾ കണ്ടിരുന്ന് സമയം പോകുന്നതേ അറിയില്ല. മഴ നനഞ്ഞ പച്ചപ്പും ചെറിയ ഗ്രാമങ്ങളുമൊക്കെ ചേർന്ന് യാത്ര തന്നെ ഒരു അനുഭവമായി മാറും. അങ്ങനെ ഒന്നു രണ്ടും പറഞ്ഞിരിക്കുമ്പോഴേക്കും കണ്ണൂരെത്തി. സത്യം പറഞ്ഞാൽ യാത്ര കഴിഞ്ഞതുപോലും അറിഞ്ഞില്ല. നല്ല കംഫർട്ടബിൾ യാത്രയും വഴിയിലുള്ള കാഴ്ചകളുമൊക്കെ കൂടി വന്നപ്പോൾ ഇതൊരു സാധാരണ ട്രെയിൻ യാത്രയേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്ത ഒരു യാത്രയായി. സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്കാണ് വന്നത്. ക്യാൻബേ ബീച്ച് റിസോർട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. ഒരു സീ വ്യൂ തരുന്ന റിസോർട്ടാണിത്. പേര് ബീച്ച് റിസോർട്ട് എന്നാണെങ്കിലും നേരിട്ട് ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള ആക്സസ് ഇവിടെ ഇല്ല. അതൊരു ചെറിയൊരു പോരായ്മയാണ്. അത് മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഈ കാണുന്ന റൂമിലാണ് ഇന്നത്തെ താമസം. ബേസിക്കായിട്ട് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ കടലിലേക്ക് നോക്കി ചുമ്മാ കുറച്ചു നേരം ഇരിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ കടൽക്കാറ്റും കൂടി വരുമ്പോൾ നല്ലൊരു റിലാക്സിങ് വൈബാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇടയ്ക്കിടെ ചെറിയ വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നവരെയും കാണാം. കടലിൽ പതുക്കെ പോകുന്ന ചെറിയ ഫിഷിംഗ് ബോട്ടുകളും പിന്നെ വിശാലമായ കടലും കാണാൻ തന്നെ നല്ല രസമാണ്. ഞങ്ങളിവിടെ താമസിച്ച സമയത്ത് കുറച്ച് ഫോറിൻ ടൂറിസ്റ്റിനെയും കാണാൻ കഴിഞ്ഞു. അവരും ഈ കടൽ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഇവിടെ റിലാക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ ഹോളിഡേ ഫീലാണ് ഇവിടെയുള്ളത്. അവിടെ ദൂരെ കടലിനപ്പുറത്ത് കാണുന്നത് ധർമ്മിടം ഐലൻഡാണ്. ഇവിടെ നിന്ന് തന്നെ ഐലൻഡിൻ്റെ ഒരു നല്ലൊരു കാഴ്ച കിട്ടും.
ഈ രീതിയിലാണ് ഇവിടുത്തെ നൈറ്റ് ആംബിയൻസ്. കടലിൻ്റെ ശബ്ദവും ഈ ലൈറ്റിങ്ങും ഒക്കെ കൂടിയാവുമ്പോൾ ചുമ്മാ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം റിലാക്സ് ചെയ്യാൻ നല്ലൊരു വൈബാണ്. രാവിലെ എഴുന്നേറ്റ് പുറത്തു നോക്കിയാൽ നേരെ കടൽ. ഒരു ചായയും എടുത്ത് കുറച്ചു നേരം ഇവിടെ ഇരുന്നാൽ പിന്നെ വേറെ പ്ലാനൊന്നും വേണ്ട. ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത ശേഷം ഇങ്ങനെ കടൽ കാഴ്ചയും കാറ്റും ആസ്വദിച്ച് കുറച്ചു നേരം ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീല് വേറെ തന്നെയാണ്. ചിലപ്പോൾ വലിയ യാത്രയേക്കാൾ ഇങ്ങനെയുള്ള ചെറിയ നിമിഷങ്ങളാണ് കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്നത്. എന്നാൽ പിന്നെ കണ്ണൂരിലെ പ്രധാന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഈ വണ്ടി പോകുന്നത് കണ്ടാൽ പിന്നെ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. സ്ഥലം ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. കേരളത്തിലെ ഒരേ ഒരു ഡ്രൈവിംഗ് ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ച്. കണ്ണൂരിലെത്തിയാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഏകദേശം 4 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സ്വന്തമായ വാഹനങ്ങൾ നേരിട്ട് മണൽപ്പുറത്തുകൂടി ഡ്രൈവ് ചെയ്യാമെന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നാണ് മുഴുപ്പിലങ്ങാട് ബീച്ച്. ഒരു സൈഡിൽ കടൽ, മറ്റേ സൈഡിൽ വിശാലമായ ബീച്ച്. അതിനിടയിലൂടെ വണ്ടി ഓടിക്കുന്ന കിട്ടുന്ന ഫീല് അതൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം എത്തുകയാണെങ്കിൽ സംഭവം സൂപ്പർ. കടൽക്കാറ്റും സൺസെറ്റും കൂടിയാകുമ്പോൾ ഇവിടെ ചെലവഴിക്കുന്ന ഓരോ മിനിറ്റും അടിപൊളിയാകും. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നാൽ പ്ലാൻ ചെയ്ത സമയത്തേക്കാൾ കൂടുതൽ നേരം നിൽക്കും. ബീച്ചിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകുന്നതും ചുമ്മാ കടൽക്കാറ്റ് കൊണ്ടിരിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക വൈബാണ്. കണ്ണൂരിൽ വന്നിട്ട് മുഴുപ്പിലങ്ങാട് കാണാതെ പോയാൽ ഒരു പ്രധാന ഐറ്റം മിസ്സായ ഫീൽ ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ചു നേരം ഈ കടൽക്കാറ്റും ഡ്രൈവിംഗ് ബീച്ചിൻ്റെ വൈബും ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. കണ്ണൂരിൻ്റെ കടൽ കാഴ്ചയ്ക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ഈ ലൈറ്റ് ഹൗസ് കാണാനാണ് ഇനി അടുത്ത യാത്ര. കണ്ണൂരിലെത്തിയാൽ ബീച്ചും കോട്ടയും പോലെ തന്നെ കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ലൈറ്റ് ഹൗസ്. വർഷങ്ങളായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് വഴികാട്ടിയായി നിൽക്കുന്ന ഈ ലൈറ്റ് ഹൗസ് ഇന്ന് കണ്ണൂരിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ്. അകത്തേക്ക് കയറിയാൽ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം തന്നെയാണ്. താഴെ ചെറിയ റെസ്റ്റിംഗ് ഏരിയ ഉണ്ട് ഇവിടെ, ഒപ്പം കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഗ്രൗണ്ടും. ആയിരത്തി 1976 കമ്മീഷൻ ചെയ്ത ഈ ലൈറ്റ് ഹൗസിന് 23 മീറ്ററാണ് ഉയരം. കുറച്ച് സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തിയാൽ പിന്നെ കാഴ്ചയാണ് മെയിൻ ഐറ്റം. ഒരു സൈഡിൽ കണ്ണെത്താ ദൂരത്തോളം അറബിക്കടൽ, മറ്റേ സൈഡിൽ കണ്ണൂരിൻ്റെ തീരപ്രദേശങ്ങൾ. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫ്രെയിമുകൾ മാത്രം. മുകളിൽ നിൽക്കുമ്പോൾ കടൽക്കാറ്റടിക്കുന്ന ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ വന്നാൽ സമയം പോകുന്നത് പോലും അറിയില്ല.
സൺസെറ്റ് സമയത്ത് ആകാശത്തിൻ്റെ നിറം മാറുന്നതും സൂര്യൻ പതിയെ കടലിലേക്ക് ഇറങ്ങുന്നതും നമുക്ക് കാണാം. അതുപോലെ പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വിവിധ തരത്തിലുള്ള ലൈറ്റുകളും ഉപകരണങ്ങളും പിന്നെ ലൈറ്റ് ഹൗസുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുറേയേറെ വിവരങ്ങളും ഇവിടെ കാണാം. ഇന്ന് GPS-ഉം ആധുനിക സംവിധാനങ്ങളുമുള്ള കാലമാണെങ്കിലും പണ്ട് കപ്പലുകൾക്ക് എങ്ങനെയാണ് വഴികാട്ടിയിരുന്നതെന്ന് അറിയാൻ ഇത് നല്ലൊരു അവസരമാണ്. സത്യം പറഞ്ഞാൽ കണ്ണൂരിലെത്തിയാൽ ഈ ലൈറ്റ് ഹൗസ് മിസ് ചെയ്യരുത്. കാരണം മുകളിൽ നിന്ന് കിട്ടുന്ന കാഴ്ചയും കടൽക്കാറ്റും സൺസെറ്റും ഈ ഒരു ചെറിയൊരു മ്യൂസിയം ഒക്കെ കൂടി ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ക്യാമറയിൽ കാണുമ്പോൾ നല്ലതായിരിക്കാം, പക്ഷെ നേരിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഫീൽ അതിലും അടിപൊളിയാണ്. അടുത്തതായി കണ്ണൂരിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നായ സെൻറ്റ് ഏഞ്ചലോസ് ഫോർട്ടിലേക്കാണ് എത്തിയത്. കോട്ടയുടെ എൻട്രൻസിൽ തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഒരാൾക്ക് 25 രൂപ ടിക്കറ്റ് എടുത്താൽ അകത്തേക്ക് പ്രവേശിക്കാം. അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കോട്ടയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കും നല്ല രീതിയിലാണ് ഇന്നും നിലനിൽക്കുന്നത്. 1500കളിൽ പോർച്ചുഗീസുകാർക്ക് കോലോത്തിരി രാജാവ് നൽകിയ സ്ഥലത്താണ് ഈ കോട്ട നിർമ്മിച്ചത്. കണ്ണൂരിലെ തനത് വെട്ടുകല്ല് ഉപയോഗിച്ചാണ് കോട്ട പണിതിരിക്കുന്നത്. 5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ മതിലുകൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അന്നത്തെ നിർമ്മാണ മികവ് ശരിക്കും അത്ഭുതപ്പെടുത്തും. പോർച്ചുഗീസുകാർ ഏകദേശം 158 വർഷത്തോളം ഈ കോട്ട കൈവശം വെച്ചു. പിന്നീട് ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഇവിടെ ഭരണം നടത്തി. അതുകൊണ്ട് തന്നെ ഈ കോട്ടയുടെ ഓരോ ഭാഗത്തിനും പറയാൻ ഒരു ചരിത്രമുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിലൂടെ നടക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ ലൊക്കേഷൻ തന്നെയാണ്. 2 സൈഡിലും കടൽ, എവിടെ നോക്കിയാലും അടിച്ചു കയറുന്ന തിരമാലകളും കടൽ കാഴ്ചകളും. ഇവിടെ നിന്ന് നോക്കിയാൽ മാപ്പിള ബേ തുറമുഖം കാണാം. ഇന്ന് ഇത് പ്രധാനമായും മത്സ്യബന്ധന തുറമുഖമാണെങ്കിലും ഒരു കാലത്ത് കണ്ണൂരിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇത്. ലക്ഷദ്വീപുമായും അറബിക്കടൽ മേഖലയിലെ മറ്റു പ്രദേശങ്ങളുമായും വ്യാപാര ബന്ധങ്ങളിൽ ഈ തുറമുഖത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. അറക്കൽ രാജവംശത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. കേരള ചരിത്രത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായിരുന്നു അറക്കൽ കുടുംബം. കണ്ണൂരിൻ്റെ ചരിത്രവുമായി ഇവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോട്ട കണ്ടതിന് ശേഷം നമ്മൾ അറക്കൽ മ്യൂസിയം കാണാൻ പോകുന്നുണ്ട്. കോട്ടയുടെ പല ഭാഗങ്ങളിലും പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും കുതിരാലയങ്ങളും സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങളും കാണാം. ഓരോ ഭാഗവും നോക്കുമ്പോൾ പഴയ കാലത്ത് ഇവിടെ എങ്ങനെയായിരിക്കും ജീവിതമെന്ന് ഒന്ന് സങ്കല്പിച്ചു പോകും. ഇവിടെ എത്തിയാൽ നാട്ടുകാർ പറയുന്ന ഒരു കൗതുകരമായ കഥ കേൾക്കാം. ഈ കോട്ടയിൽ നിന്ന് തലശ്ശേരി കോട്ടയിലേക്ക് കടലിനടിയിലൂടെ ഒരു രഹസ്യ തുരങ്കമുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഇന്നും പലരും ഈ കഥകൾ പറഞ്ഞു നടക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ചരിത്രം അറിയാൻ മാത്രമല്ല, ചുമ്മാ കുറച്ച് സമയം നടക്കാനും കടൽക്കാറ്റ് ആസ്വദിക്കാനും പോലും ഈ സ്ഥലം അടിപൊളിയാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ മതിലുകൾ കണ്ട അതേ അറബിക്കടൽ ഇന്നും ഇവയ്ക്ക് മുന്നിൽ അതേ ശക്തിയോടെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഈ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചരിത്രവും കടൽ കാഴ്ചയും ഒരുമിച്ച് കിട്ടുന്ന കണ്ണൂരിലെ ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ ഈ ഫോർട്ടിനെ വിളിക്കാം.
കേരളത്തിലെ ഏക മുസ്ലിം രാജവംശത്തിൻ്റെ കഥ പറയുന്ന അറക്കൽ മ്യൂസിയം. സെൻറ്റ് ഏഞ്ചലോസ് ഫോർട്ട് കണ്ടതിന് ശേഷം നമ്മൾ നേരെ വന്നത് ഇവിടേക്കാണ്. സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ മ്യൂസിയം മാത്രമാണെന്ന് തോന്നും. പക്ഷേ അകത്തേക്ക് കയറിയാൽ കണ്ണൂരിൻ്റെ ചരിത്രത്തിലെ അധികമാരും പറയാത്ത കുറേ കഥകൾ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാകും. കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമായിരുന്ന അറക്കൽ കുടുംബത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. സ്കൂളിൽ പഠിച്ച പല രാജവംശങ്ങളെയും കുറിച്ച് നമുക്കറിയാം. പക്ഷേ അറക്കൽ രാജവംശത്തെക്കുറിച്ച് അധികം ആളുകൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം കുറച്ച് സ്പെഷ്യലാണ്. അകത്ത് കയറിയാൽ പഴയ ഫോട്ടോകളും രാജകുടുംബം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ആയുധങ്ങളും രേഖകളും നാണയങ്ങളും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കാണാം. ഓരോന്നും നോക്കുമ്പോൾ ആ കാലഘട്ടത്തിലേക്ക് ഒന്നു പോയതുപോലെ തോന്നും. പ്രത്യേകിച്ച് ലക്ഷദ്വീപുമായും കടൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ കാണുമ്പോൾ കണ്ണൂർ പഴയ കാലത്തെ എത്ര പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായിരുന്നുവെന്ന് മനസ്സിലാകും. ഇന്ന് നമ്മൾ കാണുന്ന കണ്ണൂരിന് പിന്നിൽ ഇത്രയും വലിയൊരു ചരിത്രമുണ്ടെന്ന് പലർക്കും അറിയില്ല. ഈ മ്യൂസിയം വളരെ വലുതൊന്നുമല്ല, അതുകൊണ്ട് തന്നെ കണ്ടുതീരാൻ അധികം സമയമൊന്നും വേണ്ടിവരില്ല. പക്ഷേ ഉള്ളിൽ ചെലവഴിക്കുന്ന ആ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ബീച്ചും കോട്ടയും മാത്രം കണ്ടിട്ട് പോകുന്നതിനേക്കാൾ കണ്ണൂരിൻ്റെ ചരിത്രവും സംസ്കാരവും കുറിച്ചുകൂടി അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഒന്ന് കയറി നോക്കാം. കാരണം ഇവിടെ കാണുന്നത് വെറും പഴയ വസ്തുക്കളല്ല, ഒരു കാലത്ത് ഈ പ്രദേശത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു രാജവംശത്തിൻ്റെ ഓർമ്മകളാണ്. ചെറിയൊരു മ്യൂസിയമാണെങ്കിലും കണ്ണൂരിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ പറ്റിയ ഒരു നല്ല സ്റ്റോപ്പ് എന്ന് വേണമെങ്കിൽ അറക്കൽ മ്യൂസിയത്തെ പറയാം. കായലും പച്ചപ്പും ചേർന്ന ഒരു വേറിട്ട ഫീൽ തരുന്ന കവ്വായി ഐലൻഡിലേക്കാണ് അടുത്ത യാത്ര. കണ്ണൂരിൽ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ യാത്ര ചെയ്താണ് നമ്മൾ ഇപ്പോൾ കവ്വായി ദ്വീപിലെത്തിയിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ഇവിടെ എത്താം. ബീച്ചും കോട്ടയും ലൈറ്റ് ഹൗസും ഒക്കെ കണ്ടതിന് ശേഷം പ്രകൃതിയുടെ മറ്റൊരു മുഖം കാണണമെങ്കിൽ ഇവിടേക്ക് തീർച്ചയായും വരണം. ഇവിടെ എത്തിയാൽ പിന്നെ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്: ചുറ്റും വെള്ളവും പച്ചപ്പും മാത്രം. നഗരത്തിൻ്റെ തിരക്കുകളും ശബ്ദങ്ങളുമൊക്കെ എവിടെയോ മറന്നുപോകുന്ന ഒരു ഫീൽ. കേരളത്തിലെ ഏറ്റവും വലിയ ബാക്ക് വാട്ടർ മേഖലകളിലൊന്നായ കവ്വായി കായലിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഇരുവശത്തും കാണുന്ന കണ്ടൽ കാടുകളും ചെറിയ ദ്വീപുകളും നാട്ടിൻപുറ കാഴ്ചകളും ഒക്കെ ചേർന്ന് ഒരു വേറിട്ട വൈബാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വലിയ ടൂറിസ്റ്റ് തിരക്കോ ബഹളമോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ചുമ്മാ റിലാക്സ് ചെയ്യാനും പ്രകൃതി ആസ്വദിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണിത്. ഈ വെള്ളവും പച്ചപ്പും മാത്രം കണ്ട് സമയം പോകുന്നതറിയില്ല. ചില സ്ഥലങ്ങളുടെ പ്രത്യേകത അതാണ്. ഫോട്ടോ എടുക്കുന്നവർക്കും റീൽസ് ഷൂട്ട് ചെയ്യുന്നവർക്കും ഇതൊരു അടിപൊളി സ്പോട്ടാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന ഫ്രെയിമുകൾ കാണാൻ തന്നെ നല്ല രസമാണ്. കണ്ണൂരിൽ നിന്നൊരു ചെറിയ ഡ്രൈവും പിന്നെ കുറച്ച് ബോട്ട് യാത്രയും, അതിനുശേഷം കിട്ടുന്ന ഈ ശാന്തത തന്നെയാണ് കവ്വായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ബീച്ചും കോട്ടയും മാത്രമല്ല, കുറച്ച് പ്രകൃതിയും ശാന്തതയും കൂടി വേണമെന്ന് തോന്നുന്നവർക്ക് ഈ സ്ഥലം നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ചേർക്കാം.
അങ്ങനെ 2 ദിവസത്തെ യാത്രയിൽ ബീച്ചും ലൈറ്റ് ഹൗസും കോട്ടയും മ്യൂസിയവും കവായും ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇനി തിരിച്ചു പോവാണ്. അങ്ങനെ കുറച്ചു നേരം പ്ലാറ്റ്ഫോമിലിരുന്ന് വണ്ടി വരുന്നതും കാത്തിരിക്കുമ്പോഴേക്കും ദൂരെ നിന്ന് നമ്മുടെ വന്ദേ ഭാരത് എത്തുന്നത് കാണാം. വന്ന വണ്ടിയിൽ തന്നെയാണ് തിരിച്ച് നമ്മളെയും കൊണ്ടുപോകുന്നത്. തിരിച്ചുള്ള യാത്രയിലും പുറത്തുള്ള കാഴ്ചകൾക്ക് ഒരു കുറവുമില്ലായിരുന്നു. വീണ്ടും അതേ ജനൽ സീറ്റിലൂടെ കേരളത്തിൻ്റെ കാഴ്ചകൾ കണ്ടൊരു മടക്കയാത്ര. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നഗരക്കാഴ്ചകൾ പിന്നിലായി. പിന്നെ വീണ്ടും പച്ചപ്പും ചെറിയ വീടുകളും പുഴകളും നെൽപ്പാടങ്ങളുമൊക്കെയായി. മൊത്തത്തിൽ പറഞ്ഞാൽ 2 ദിവസം എങ്ങനെ പോയെന്ന് പോലും അറിയാത്തൊരു ട്രിപ്പ്. ബീച്ചും ലൈറ്റ് ഹൗസും ചരിത്രകോട്ടയും മ്യൂസിയവും കവായിയുടെ ശാന്തതയും ഒക്കെ ചേർന്നൊരു നല്ലൊരു അനുഭവം. അങ്ങനെ കണ്ണൂരിൽ നിന്ന് കുറേ നല്ല കാഴ്ചകളും പുതിയ അനുഭവങ്ങളും ഒരുപാട് ഓർമ്മകളും ഒക്കെ കൂട്ടിയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോൾ അടുത്ത യാത്രയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.